വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ പശ്ചിമ ബംഗാളിൽ നടത്തിവന്ന ധർണ അവസാനിപ്പിച്ചു. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സാന്നിധ്യത്തിലാണ് ധർണ അവസാനിപ്പിക്കുന്നതായി മമതാ ബാനർജി പ്രഖ്യാപിച്ചത്. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യം തുറന്നു കാണിക്കാൻ സാധിച്ചുവെന്നും പ്രഖ്യാപിത ലക്ഷ്യം നേടിയെന്നും മമതാ ബാനർജി അവകാശപ്പെട്ടു. അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെ കേന്ദ്ര സർക്കാർ അച്ചടക്ക നടപടികൾ ആരംഭിച്ചു. ഞായറാഴ്ച രാത്രി 8:30 ആരംഭിച്ച സത്യാഗ്രഹ ധർണ 48 മണിക്കൂറിനടുക്കുമ്പോഴാണ് മമതാ ബാനർജി അവസാനിപ്പിച്ചത്. സത്യാഗ്രഹ പന്തലിൽ പിന്തുണയുമായി എത്തിയ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. ധർണ മുന്നോട്ട് വെച്ച പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് അനുകൂല തീരുമാനമാണെന്നും മമത അവകാശപ്പെട്ടു. 20ഓളം പ്രതിപക്ഷ കക്ഷികളുമായി കൂടിയാലോചന നടത്തി. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ ധർണ വിജയിച്ചുവെന്ന് അറിയിച്ചതായും മമത പറഞ്ഞു. ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് മമത സമരം അവസാനിപ്പിക്കുന്നത്. സുപ്രീം കോടതി കോടതിയലക്ഷ്യ നടപടികൾ ആരംഭിച്ചതും സമരം പിൻവലിക്കാൻ കാരണമായി. അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അച്ചടക്ക നടപടികൾ ആരംഭിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ ധർണയിൽ പങ്കെടുത്തത് അച്ചടക്ക ലംഘനമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. 1989 ബാച്ചുകാരനായ രാജീവ് കുമാറിനെതിരെ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരിന് നോട്ടീസ് നൽകി. റോസ് വാലി തട്ടിപ്പിൽ ആസാമിലെ BJP മന്ത്രിയായ ഹേമന്ത് ബിശ്വാസിന്റെ പങ്ക് തെളിയിക്കുന്ന ചില രേഖകളും തൃണമൂൽ കോൺഗ്രസ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBI അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ രക്ഷിക്കാൻ മമതാ ബാനർജി നടത്തിയ നീക്കത്തിന് തിരിച്ചടി. കേസിൽ രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നിഷ്പക്ഷ സ്ഥലമെന്ന നിലയിൽ ഷില്ലോങ്ങിലാകും ചോദ്യം ചെയ്യൽ. അതേസമയം കോടതി അലക്ഷ്യ ഹർജികളിൽ ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP രാജീവ് കുമാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ശാരദ ചിട്ടിതട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ CBIക്ക് മുന്നിൽ ഹാജരാകണമെന്ന സുപ്രീം കോടതി വിധി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും BJPക്കും ഒരുപോലെ തിരിച്ചടിയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അഴിമതി നിറഞ്ഞതാണ് രണ്ടു പാർട്ടികളും. ചിട്ടിതട്ടിപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ ചോദ്യം ചെയ്യണമെന്നും പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. അന്വേഷണത്തിനായി 5 വർഷം എന്തിനാണ് BJP കാത്തിരുന്നത്? ഇക്കാലയളവിൽ അഴിമതിയിൽ ഉൾപ്പെട്ട പല പ്രമുഖ നേതാക്കളും BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തു. തട്ടിപ്പിന്റെ ലാഭം BJPയും തൃണമൂലും പങ്കിട്ടുവെന്നത് ഇതിലൂടെ വ്യക്തമാണെന്നും യെച്ചൂരി പറഞ്ഞു. CBIക്ക് മുന്നിൽ കൊൽക്കത്ത കമ്മീഷണർ ഹാജരാകണമെന്ന സുപ്രീം കോടതി വിധി അന്വേഷണത്തിന്റെ ഭാഗമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം. മമതയും BJPയും ചേർന്ന് രാഷ്ട്രീയ ഫുട്ബോളാണ് കളിക്കുന്നത് എന്നും പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ പറഞ്ഞു. We want the investigation to proceed. This is not to be a full political football between Modi and Mamta. Modi government also has not been seriously pursuing this investigation. Because some of the Trinamool leaders joined the BJP. Mukul Roy is one of those who was targeted by the CBI investigation. After he joined the BJP, they have stopped investigating him. Hemant Biswa Sarma, Assam, he was also being investigated. He has become BJP leader now. So they are not pursuing the investigation. So we want the investigation to go on smoothly. But CBI should also act in a manner. It can't act in an authoritarian fashion. It cannot bypass the state government. Modi government should not use this as a political weapon. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര ബജറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്രമായ പുനർനിർമ്മാണമാണ് ബഡ്ജറ്റ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിനെ അധികരിച്ച് AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വികസനത്തിന് അനുയോജ്യമായ ഒരു ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിച്ച ശേഷമാണ്
കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. ഈ 4.25 വർഷവും ജനവിരുദ്ധമായ നയങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കി ഇപ്പോൾ ചില പുതിയ വാഗ്ദാനങ്ങൾ നൽകുക എന്ന നിലയാണ് കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. LDF കൺവീനർ A. വിജയരാഘവൻ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ, പ്ലാനിംഗ് ബോർഡ് അംഗം KN ഹരിലാൽ, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. എംപാനൽഡ് ജീവനക്കാരുടെ സമരം തുടരും. എംപാനൽഡ് ജീവനക്കാരും ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സർക്കാരിനേത് അനുഭാവപൂർവമായ നിലപാടെന്നും സമരസമിതി. അപ്പോൾ ഗവൺമെന്റ് വളരെ അനുഭാവപൂർവ്വം ഇതിൽ ചില നിയമപ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ നിയമപ്രശ്നങ്ങളോടെ പരിഹരിച്ച് ഞങ്ങളെ എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അതിൽ ചെറിയ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ അന്വേഷിക്കേണ്ടതുള്ളതുകൊണ്ട് ചർച്ച വളരെ ആശാവഹമാണ്. താൽക്കാലിക ജീവനക്കാരെ സംബന്ധിച്ചോളം വളരെ ആശാവഹമായ ചർച്ചയാണ് നടന്നിട്ടുള്ളത്. ഗവൺമെൻറ് വളരെ അനുഭാവപൂർവ്വം ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പറയാനുള്ളത്. ജോലിയില്ലാതെ ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സമരത്ത് മുഖത്തുനിന്ന് പിന്തിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ജോലി തിരിച്ച് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം ഈ സമരം ഞങ്ങൾ തുടർന്നു പോവുകയാണ്. പ്രളയസമയത്ത് വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിമാന വാടക അടക്കമുള്ള തുകയുടെ ബില്ല് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകി. 102.6 കോടി രൂപ വരുന്ന ബില്ലാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത്. നാവികസേനയുടെ ബില്ലും തയ്യാറാകുന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വിപുലീകരിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് സമിതി വിപുലീകരിക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പാർലമെന്റിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭേദഗതിയുമായി ഡോക്ടർ എ. സമ്പത്ത് MP. ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ലഭിച്ച 1075 നിർദ്ദേശങ്ങളിൽ 443 ഭേദഗതി നിർദ്ദേശങ്ങളും എ. സമ്പത്തിന്റേത്. പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിക്കാതിരിക്കുക, അന്താരാഷ്ട്ര കരാറുകൾ പാർലമെന്റിന്റെയും നിയമസഭകളുടെയും അംഗീകാരത്തിന് വിധേയമാക്കുക, തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് തുടങ്ങിയ ഭേദഗതികൾ നിർദ്ദേശിച്ചു. 590 ഭേദഗതി നിർദ്ദേശങ്ങളാണ് ആകെ നൽകിയത്. ഇതിൽ 443 ഭേദഗതികൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ ഒരു അംഗത്തിന്റെ ഇത്രയും ഭേദഗതികൾ അംഗീകരിക്കുന്നത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. സാഹോദര്യത്തിന്റെ പുതിയ അധ്യായം കുറിച്ച സന്ദർശനമായിരുന്നു മാർപ്പാപ്പയുടെ 3 ദിവസത്തെ UAE സന്ദർശനം. ഉജ്ജ്വലമായ വരവേൽപ്പാണ് ആഗോള കത്തോലിക്ക സഭ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് UAE നൽകിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1.25 ലക്ഷത്തിൽ അധികം വിശ്വാസികൾക്കായി നടത്തിയ കുർബാനയോടെയാണ് മാർപ്പാപ്പയുടെ UAE പര്യടനം പൂർത്തിയായത്. വിശുദ്ധ കുർബാന നടന്ന അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ പരിച്ഛേദമായി മാറിയിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.